ഫീൽഡിലുള്ള ആളുകൾ ഇതിൽ മുൻകൈയെടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ പിന്നീട് നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും അത് വലിയ പ്രചോദനക്കാരാണ് യുവസമൂഹത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഫീൽഡിൽ നിന്ന് പുറത്തായിട്ടുള്ള ചില ആളുകൾ നടന്മാരും നടിമാരും ആ ഫീൽഡ് തന്നെ മൊത്തത്തിൽ ഇതിനെ അടിപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പിന്നെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് മുൻകൈയെടുക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു ബോധവൽക്കരണമാണ് ഇതിനാവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ച് വീടുകളിൽ നിന്ന് മാറി ഇപ്പോൾ മെട്രോ സിറ്റീസിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജിൽ സുഹൃത്തുക്കളുമായി ഒരു പരിധിയിലധികം ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെയാണ് ഇത് ജീവിതത്തിലേക്ക് വരുന്നതും ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതും ഒരു തരത്തിലുള്ള മാച്യൂരിറ്റി ആയിട്ട് മാറുന്നതും. എനിക്ക് തോന്നുന്നു സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അറിയാം, ആദ്യമായി സിഗരറ്റ് വലി തുടങ്ങിയത് മാച്യൂരിറ്റി കാണിക്കാനാണ്, അല്ലെങ്കിൽ അതൊരു ആറ്റിറ്റ്യൂഡായിട്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിന്റെ ഭാഗമാവുന്ന ലഹരി. അത് പല രീതിയിൽ പല വലിപ്പത്തിൽ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു വളരെ ആദ്യ സ്റ്റേജിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം മുതലുള്ള കൃത്യമായ ബോധവൽക്കരണം, ഇത് ഒരു തരത്തിലുള്ള വൈബുമല്ല എന്ന് നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നതാണ് ഇതിന് കൃത്യമായ ഒരു പ്രതിവിധി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ സെലിബ്രിറ്റീസ് എന്നാണ് ഞങ്ങളെ പറ്റി പറയുക. അപ്പൊ എപ്പോഴും ആഘോഷിക്കപ്പെടാൻ വിധിയുള്ളവരാണ് ഞങ്ങൾ. ചെറുതും വലുതുമായ ഏതൊരു കാര്യവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോശമായ മെസ്സേജ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഇൻഡസ്ട്രിയിൽ ഭാഗത്തുനിന്ന് സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ബോധവൽക്കരണം, അതിന് അങ്ങനെ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതൊരിക്കലും ഞാൻ എന്ന വ്യക്തി എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് അല്ല. ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ പ്രൊഫഷൻ, ഞങ്ങളുടെ ഇൻഡസ്ട്രി എടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്.